ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർ വി ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ 5 മാസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഈ ഒരു ചാനലിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റാർ വി ബൈറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഫുഡിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ 5 മാസങ്ങളായിട്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീമിയം ഹോം മെയ്ഡ് ഫ്രഷ് ജ്യൂസുകൾ സ്നാക്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അരൂര് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ബ്രാൻഡ് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അരൂര്, കുമ്പളം, പനങ്ങാട് തുടങ്ങിയിട്ടുള്ള ഏരിയാസിലാണ് നമ്മളിപ്പം നമ്മുടെ ബ്രാൻഡിൻ്റെ സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പാർട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഫ്രഷ് ജ്യൂസുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. സോ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്നത് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ സ്ക്വാഷുകളോ അത്തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗസ്റ്റുകൾക്ക് വരുമ്പോൾ വളരെയധികം അടിപൊളിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. മാംഗോ മിൽക്ക് എന്നാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിൻ്റെ പേര്. നിങ്ങളിൽ പല ആളുകൾക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാമായിരിക്കും. നമ്മുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ ബേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു ഡ്രിങ്ക് ഐറ്റം കൂടിയാണ് കേട്ടോ മാംഗോ മിൽക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മാംഗോ മിൽക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മാംഗോ മിൽക്ക് എങ്ങനെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു മാംഗോ മിൽക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. സോ എങ്ങനെയാണ് മാംഗോ മിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഈ അപ്പം നമ്മുടെ മാംഗോ മിൽക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 3 ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇതിനകത്ത് നമുക്ക് മാംഗോ മിൽക്ക് ഉണ്ടാക്കാനായിട്ട്. ആദ്യമായിട്ട് വേണ്ടത് നല്ലപോലെ തണുത്ത പാലാണ്. തണുത്ത പാലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഷെയ്ക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കട്ടിപ്പാലല്ല വേണ്ടത്. അതേസമയം നല്ലപോലെ തണുപ്പിച്ച ചിൽഡ് മിൽക്കാണ് വേണ്ടത്. ഇത് നമ്മൾ ഇതേപടി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. പാസ്ചറൈസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഇത് തിളപ്പിക്കുകയോ തിളപ്പിച്ചാറേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പാക്കറ്റ് പാൽ മേടിച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം കട്ടയാവുന്നതിന് മുന്നേ നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാംഗോ മിൽക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പാല് തന്നെയാണ്, നല്ലപോലെ തണുപ്പിച്ച പാല്. രണ്ടാമതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മാങ്ങാപ്പഴമാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് നമ്മൾ എടുക്കുമ്പം സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പുളിപ്പുള്ള മാംഗോ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കരുത്. നല്ല രീതിയിൽ പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പുളിപ്പുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ മാംഗോ മിൽക്കിൻ്റെ ശരിക്കുള്ള രുചി കിട്ടില്ല കേട്ടോ. നമ്മൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ പഴുത്ത മാങ്ങയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാങ്ങാപ്പഴവും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാംഗോ മിൽക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഈ അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാല് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിനകത്ത് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഒരുപാട് വെള്ളം ചേർക്കരുത്. പിന്നെ വെള്ളം ചേർക്കുന്നതനുസരിച്ച് നമ്മൾ അതിനകത്തേക്ക് മാങ്ങാപ്പഴം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ വെള്ളം പോലെ ഭയങ്കര വെള്ളമായി പോവും. അത്രയ്ക്ക് വെള്ളമാക്കരുത്. ഒരു കുഴമ്പ് പരുവത്തിൽ ഇച്ചിരി തിക്നെസ്സോട് കൂടി വേണം നമുക്ക് മാംഗോ മിൽക്ക് റെഡിയാക്കാനായിട്ട്. അപ്പം നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങാപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മാങ്ങ മൊത്തം ഇടുകയാണ്. ഏകദേശം 1/2 ലിറ്റർ പാലാണ്, അതായത് ഒരു പാക്കറ്റ് പാലിലേക്ക് ആവശ്യമായിട്ടുള്ള 2 മുഴുത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മധുരമുള്ള മാങ്ങാപ്പഴമാണെങ്കിൽ നമ്മൾ പഞ്ചസാര അധികം ഇടേണ്ട കാര്യമില്ല. അതേസമയം മധുരം കുറവുള്ള മാങ്ങാപ്പഴമാണെങ്കിൽ അല്പം പഞ്ചസാര കൂടിയിടാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എന്തായാലും 2 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് മതിയാവും, 2 സ്പൂൺ മതിയാവും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സറിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടുപ്പിച്ചെടുക്കാറ്. സോ ഈ അപ്പം നമ്മുടെ മാംഗോ മിൽക്ക് നമ്മൾ നല്ല രീതിയിൽ ഒരു 2 മിനിറ്റ് നേരം അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാങ്ങ നല്ല രീതിയിൽ അരയാനായിട്ട് ഉള്ളൊരു സമയം നമ്മൾ കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ടെക്സ്ചറിങ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ക്യാമറയിലൂടെ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല.
പക്ഷെ നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ മാംഗോ മിൽക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. പക്ഷെ ഒരുപാട് വെള്ളമോ പാലോ ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കരമായിട്ട് മാംഗോ മിൽക്ക് ലൂസായി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് ഇതിൻ്റെ യഥാർത്ഥ ടെക്സ്ചറിങ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാനെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഓൾറെഡി എനിക്കറിയാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ് സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ഈ മാംഗോ മിൽക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഓൾറെഡി അറിയാം. എങ്കിലും നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് തരാം. ഇപ്പം നിലവിൽ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അടിപൊളി. ആ മധുരമൊക്കെ കറക്റ്റായിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ ടെക്സ്ചറിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ക്യാമറയിലൂടെ. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തിക്നെസ് എന്തോരം വേണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. മാങ്ങാപ്പഴത്തിൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ മാംഗോ മിൽക്ക് തിക്കായിട്ട് വരും. അതുപോലെ തന്നെ മാംഗോ മിൽക്കിൽ ഒരിക്കലും ഷെയ്ക്കിൻ്റെ ടൈപ്പ് കട്ടപ്പാൽ നമ്മൾ ഉപയോഗിക്കാറില്ല. അത് ഷെയ്ക്കാണ്, മാംഗോ ഷെയ്ക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിപ്പോൾ ഒരു ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കട്ടപ്പാൽ യൂസ് ചെയ്ത് നമ്മളിത് ചെയ്യരുത്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് മാങ്ങ പഴങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ലൊരു പ്രൊജക്ഷൻ ഉണ്ട് നമ്മൾ ഈ ഗ്ലാസ്സിൽ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാംഗോ മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലിൽ പാക്ക് ചെയ്തിട്ട് പ്രീമിയം ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പം നമ്മുടെ സർവീസ് വരുന്നത് അരൂര്, പനങ്ങാട് ഈ ഒരു റൂട്ടാണ്, കുമ്പളം ഈ ഒരു ഏരിയാസിലൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസിന് വേണ്ടിയിട്ടൊക്കെ ജ്യൂസസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെല്ലാ ടൈപ്പ് ജ്യൂസുകളും, അതായത് ഫ്രൂട്ട് ജ്യൂസുകളെല്ലാം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.